ദ ജേർണലിസ്റ്റിലേക്ക് വെടിനിർത്തൽ കരാർ അവസാനിച്ചുവെന്ന നിർണായകമായ പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതായത് ഇനി പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. 60 ദിവസത്തേക്ക് താൽക്കാലികമായി ഇറാനും അമേരിക്കയും ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അങ്ങനെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ട്രംപ് കട്ടായം പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ ആശങ്ക പുകയുകയാണ്. കാരണം ട്രംപ് ഇങ്ങനെ ഒരു നിർണായക പ്രഖ്യാപനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇറാനും അമേരിക്കയും കനത്ത പ്രത്യാക്രമണങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്നും ട്രംപ് പറയുന്നത് പോലെ ഒരു വെറും വാക്കോ വീമ്പിളക്കലോ ആയി ഈ ഒരു പ്രഖ്യാപനത്തിനെ കാണാനാകില്ല എന്ന് ചുരുക്കം. അതായത് വരും മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഇന്ന് രാത്രി മുതൽ തന്നെ വീണ്ടും പശ്ചിമേഷ്യ ഭീതിയിലാകുന്ന വിധത്തിൽ, ആശങ്കയിലാകുന്ന വിധത്തിൽ, പശ്ചിമേഷ്യയെ പിടിച്ചു കുലുക്കുന്ന വിധത്തിൽ വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നു തന്നെ വേണം കരുതാൻ. ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വെടിനിർത്തൽ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇറാനുമായി ഇനി ഒരു ധാരണയുമില്ല. ഇറാനുമേൽ ഉള്ള ഉപരോധങ്ങൾ അത് പഴയതുപോലെ തന്നെ തുടരും. ടെഹ്റാനുമായി ഇനിയും ചർച്ചകൾ തുടരുക എന്നത് സമയം പാഴാക്കലാണ്. അതോടൊപ്പം ഇറാന്റെ 80-ലധികം കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നത് ഇന്ത്യൻ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. പക്ഷെ രാവിലെ തന്നെ IRGC ട്രംപിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന വിധത്തിൽ ചില പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ കൂടി അനന്തരഫലമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്ന ഈ തീക്ഷ്ണമായ പ്രതികരണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നോക്കുക, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് അവരുടെ ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ പേജിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പേജാണ്. അവർ പറയുന്നത്, ഇറാൻസ് ആംഡ് ഫോഴ്സസ് ഇൻ റെസ്പോൺസസ് ടു US military aggression, 85 key US military installations at Salman Port, the 5th Fleet in Bahrain and Ali Al Zalaim Air Base in Kuwait have been targeted എന്നാണ് ഇന്ന് രാവിലെ 10:15 കൂടി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. അതായത് അമേരിക്ക ഇറാന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി 85ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നിന്ന് രാവിലെ ഇറാൻ അവകാശപ്പെട്ടതാണ്. അത് 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമടക്കം കുവൈറ്റിലെയും അതുപോലെ തന്നെ ബഹ്റൈനിലെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളടക്കം ഞങ്ങൾ ലക്ഷ്യമിടുകയും ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് ഇറാൻ പറഞ്ഞതിന് ശേഷമാണ് അമേരിക്ക ഈ 80 കേന്ദ്രങ്ങൾ, ഇറാന്റെ 80ഓളം കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പൊ അതിൻ്റെ അർത്ഥം പ്രത്യാക്രമണങ്ങൾ തീക്ഷ്ണമായിരിക്കുന്നു. യുദ്ധ സാഹചര്യം അത് ഗൗരവതരമായ നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന കണക്കുകൾ അനുസരിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട 3 ദ്വീപുകൾക്ക് നേരെ, പ്രധാനപ്പെട്ട മേഖലകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് സിർക്ക് എന്നതാണ്, മറ്റൊന്ന് ബന്ദർ അബ്ബാസ്, മറ്റേത് കേഷൻ എന്നീ പറയുന്ന ദ്വീപുകൾ. ഇവിടങ്ങളിലേക്ക് ആക്രമിച്ചു എന്നതിന് പുറമെ ഇറാൻ വളരെ ഗൗരവതരമായ മറ്റൊരു അലിഗേഷൻ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഗസയിൽ ഇസ്രായേൽ നടത്തിയതിന് സമാനമായി ഇറാന്റെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകളിലേക്ക് അമേരിക്ക ആദ്യമായി വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണത്. അതായത് ഇതിനു മുമ്പ് ഫെബ്രുവരിയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് അന്ന് ഇറാന്റെ പ്രധാനപ്പെട്ട മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, അതുപോലെ ഇറാന്റെ ആയുധപ്പുരകൾ, അങ്ങനെയുള്ള ആയുധവുമായി ബന്ധപ്പെട്ട യുദ്ധ മേഖലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ പ്രദേശങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് എന്നതായിരുന്നു അന്ന് വന്നിരുന്ന കണക്ക്. അന്ന് ജനവാസ മേഖലയിലേക്കൊക്കെ ചില ആക്രമണങ്ങൾ ഉണ്ടാവുകയും വളരെ ദാരുണമായ വിധത്തിൽ കുട്ടികളുടെ ഒരു സ്കൂളിന് നേരെ ആക്രമണം നടക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും അതിനുശേഷം അമേരിക്ക എപ്പോഴും പറഞ്ഞിരുന്നത് ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ വളരെ ഗൗരവതരമായി നടത്തിയ ഈ ആക്രമണത്തിൽ ഇറാന്റെ ജനവാസ മേഖലകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. അതായത് ഇസ്രായേലിൻ്റെ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്ക ഇറാനിലെ സാധാരണക്കാരെ ഉൾപ്പെടെ
ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക്, കടുത്ത യുദ്ധ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ട ഏറ്റവും അപകടകരമായ കാര്യം. നമുക്കറിയാം, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാഖിലാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ നിന്ന് ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ സംസ്കാര ചടങ്ങിന് എത്രയും സമയം നിൽക്കാൻ കഴിയുമോ അത്രയും സമയം നിൽക്കേണ്ടിയിരുന്ന ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ടെഹ്റാനിലേക്ക് അതിവേഗത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഖർ ഖലിബാഫ്, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന ധാരണാപത്രം, വെടിനിർത്തൽ കരാറിലെ നിരവധി വ്യവസ്ഥകൾ അമേരിക്ക ഇതോടകം ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 5 വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനം അമേരിക്ക ഇതോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പിടിച്ചുപറിയുടെയും ഭീഷണിയുടെയും കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി അമേരിക്കയ്ക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ തന്നെ നടത്തും എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രകോപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്ന കാരണം, കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ പോയ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെ, അതായത് സൗദിയുടെയും അതുപോലെ ഖത്തറിൻ്റെയും 2 എണ്ണ ടാങ്കർക്ക് നേരെയും മറ്റൊരു എണ്ണ കപ്പലിന് നേരെയും ഒരു വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇറാൻ തന്നെ അവകാശവാദം ഉന്നയിക്കും, ഞങ്ങൾ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ടുണ്ട്, കപ്പലുകൾ തകർത്തിട്ടുണ്ട്, ഇനിയും ഈ വഴിയിലൂടെ, ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ അല്ലാതെ നിങ്ങൾ ഗതാഗതം നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ തകർത്ത് കളയുമെന്ന രീതിയിലൊക്കെ ഇറാൻ വലിയ ഭീഷണികൾ പുറപ്പെടുവിക്കാറുണ്ട് ഈ കപ്പലുകൾ ആക്രമിക്കുന്നതിന് ശേഷം. പക്ഷേ ഇത്തവണ അത് ഉണ്ടായില്ല. ഇറാൻ അത്തരമൊരു അവകാശവാദം ഉന്നയിച്ചുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ഇതേപ്പറ്റി ധാരണ ഉണ്ടാകില്ല എന്നതാണ്. അപ്പോൾ ഇറാന്റെ പേരിൽ മറ്റാരെങ്കിലും ആക്രമണം നടത്തി ഇറാനുമേൽ കെട്ടിവെച്ച് ഈ വിഷയം, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് അമേരിക്ക ഇറാനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് രാവിലെ തന്നെ, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. എന്തായാലും ഇറാൻ മാപ്പിരക്കാനോ അല്ലെങ്കിൽ വിശദീകരണം നൽകാനോ ഒന്നും പോയിട്ടില്ല. ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്ക നടത്തിയിട്ടുള്ള നഗ്നമായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ നിഷ്കർഷിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ, അത് ലംഘിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ ഇഷ്ടത്തിന് കപ്പലുകളെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതായത് നിർദ്ദിഷ്ട ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പ്രധാനപ്പെട്ട കപ്പൽ പാതയ്ക്ക് ബദലായി ഒമാൻ തീരത്തോട് ചേർന്നുകൊണ്ട് ഇറാന് ഗ്രിപ്പില്ലാത്ത ഒരു പുതിയ വഴി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അമേരിക്ക നേരത്തെ മുതൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമങ്ങൾ ഇറാന് ഹോർമുസിന് മേലുള്ള അധികാരങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ദൂരവ്യാപകമായ ചില നേട്ടങ്ങൾ വിദൂരഭാവിയിൽ ചില നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് എന്നും അത് അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇറാൻ നേരത്തെ തന്നെ ഒരു ആക്രമണം ഒരു സിംഗപ്പൂർ ബേസ് കപ്പലിന് നേരെ നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും സമാനമായ നീക്കവുമായി അമേരിക്ക വരികയും ഈ സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ ആ വഴിക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ഒരു ലംഘനമാണ്. പക്ഷെ അപ്പോഴും ആ കപ്പലുകൾ ആക്രമിച്ചത് തങ്ങളാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ ക്രമീകരണങ്ങൾക്ക് വിരുദ്ധമായിട്ട് സ്വന്തം നിലയ്ക്ക് അമേരിക്ക അവിടെ കപ്പൽ റൂട്ടുകൾ ഉണ്ടാക്കുന്നു, ഇടപെടലുകൾ നടത്തുന്നു. അതാണ് ഇറാൻ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാരണം, ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ വീണ്ടും ആക്രമണങ്ങൾ നടത്തും എന്നുള്ള ഭീഷണി ഇറാന് മേലെ ചുമത്തി. അതുപോലെ തന്നെ ഇറാന് മേലുണ്ടായിരുന്ന എണ്ണ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ആ ഉപരോധങ്ങൾ അമേരിക്ക പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടില്ല. അത് ഇറാന്റെ മുന്നോട്ട് പോക്കിന് വലിയ തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, അത് കരാറിന്റെ ലംഘനമാണ്. അപ്പോൾ അത് അമേരിക്ക നടത്തിയ വെടിനിർത്തൽ ലംഘനത്തിന്റെ അല്ലെങ്കിൽ കരാർ ലംഘനത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ്. ഇതോടൊപ്പം നാലാമതായി ഇറാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ അമേരിക്കയുടെ നഗ്നമായ വെടിനിർത്തൽ കരാർ ലംഘനം അല്ലെങ്കിൽ ഈ കരാർ ലംഘിക്കപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, തെക്കൻ ലബനാനിൽ ഇപ്പോഴും സൈനിസ്റ്റ് ശക്തികൾ ആക്രമണങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ലബനാനിൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. തെക്കൻ ഇറാനിലേക്ക് പല രീതിയിലുമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു.
ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കരാർ ലംഘനങ്ങൾ, പ്രധാനമായി 5 കരാർ ലംഘനങ്ങൾ ഇതോടകം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഹോർമുസ് കടലിടുക്ക് തുറന്ന് കൊടുക്കാൻ ഇറാനെ പ്രേരിപ്പിച്ച് ആ കരാർ അനുസരിച്ച് ഇറാൻ ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുമ്പോൾ അമേരിക്ക വലിയ ചതിപ്രയോഗം നടത്തി ഈ കരാറിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകൾ പരിപൂർണമായി ലംഘിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോഴുണ്ടായ ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക ബോധപൂർവം ഉണ്ടാക്കിയെടുത്തൊരു യുദ്ധമാണ്. അതായത് വെടിനിർത്തൽ കരാറുമായി സഹകരിച്ച് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും മേഖലയെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അമേരിക്ക പദ്ധതിയിടുന്നു. അത് ഇസ്രായേലിൻ്റെ നിലപാടുമായി ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഒരു നാടകം എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നതായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ട്രംപ് ഇറാന് നേരെ വെല്ലുവിളികൾ മുഴക്കുമ്പോഴൊക്കെയും ട്രംപിന് ഏറ്റവും അധികം തിരിച്ചടിയായിരുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തരത്തിലുള്ള പ്രഷർ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ട്രംപ് ഇറാനുമായി ഒരു താൽക്കാലിക വ്യവസ്ഥ ഉണ്ടാക്കി അവസാനം ഈ കടലിടുക്ക് തുറക്കുകയും അതുവഴി കപ്പലുകൾ മുഴുവൻ സഞ്ചരിക്കുകയും അന്താരാഷ്ട്ര തലത്തിലുണ്ടായിരുന്ന എണ്ണക്ഷാമം പരിഹരിക്കപ്പെടുന്ന നിലയിലേക്ക്, നമുക്കറിയാം ഇന്ത്യയിൽ ഉൾപ്പെടെ എണ്ണവില കുറയാൻ പോവുകയാണ്, ഗ്യാസിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു, അപ്പോൾ വലിയ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതുവരെ ഇറാൻ അനുകൂലമായി സ്വീകരിച്ച നിലപാടുകളൊക്കെ റദ്ദു ചെയ്തുകൊണ്ട് ഒരു ചതി തന്നെയാണ് അമേരിക്ക ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. എന്തായാലും ഇറാന് വല്ലാതെ മുറിവേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഈ യുദ്ധം പൊടുന്നനെ നിർത്താൻ കഴിയാത്ത വിധത്തിലേക്ക് ആളിക്കത്താനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രതികരണം എന്ന നിലയിൽ അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ പതിവിന് വിപരീതമായി ഇറാൻ്റെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ്റെ പരിപൂർണമായ തകർച്ചയാണോ ഈ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ തോതിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനും ശക്തമായി തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യുദ്ധം ഒഴിവാകുക, പരിപൂർണമായി ഇല്ലാതാവുക എന്നതിൻ്റെ സാധ്യതകൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ്.